ചില കാര്യങ്ങൾ സമയാസമയങ്ങളിൽ നമ്മെ തേടിയെത്തുമെന്ന് പറയാറുണ്ട്. അത്തരത്തിലൊരു സൗഭാഗ്യം ഇറാനെ തേടിയെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകർക്കുന്ന തരത്തിൽ അമേരിക്കയുടെ പുതിയ ഉപരോധങ്ങളും യുദ്ധം തകർത്ത ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടക്കുമ്പോൾ തന്നെ പ്രതിസന്ധിയിൽ കൈത്താങ്ങാകുന്ന ഒരു കണ്ടെത്തൽ നടന്നിരിക്കുന്നു. ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള പ്രകൃതിവാതകത്തിന്റെ വമ്പൻ നിക്ഷേപം തന്നെ ഇറാൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഏകദേശം 7.5 ട്രില്യൺ ക്യൂബിക് അടി പ്രകൃതിവാതകമാണ് ഇറാൻ പുതുതായി ഭൂമിക്കടിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വിപണിയിൽ ഇതിന് ഏതാണ്ട് $10,500 കോടി മൂല്യം കണക്കാക്കുന്നുമുണ്ട്. ഇത്രയും പ്രകൃതിവാതകത്തിൽ നിന്ന് കുറഞ്ഞത് 5,700 ബില്യൺ ഘനയടി വാതകം ഈ പാടത്തു നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ഇത് ഇറാന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ സഹായം ചെയ്യും. യുദ്ധത്തിൽ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടിട്ടും ഊർജ ഉൽപ്പാദനവും വാതക ഉൽപ്പാദനവും നിലനിർത്താനും കുറവ് വന്ന ഉൽപ്പാദനം പുനഃസ്ഥാപിക്കാനും ഇറാൻ കഠിനമായി ശ്രമിക്കുമ്പോൾ ഈ കണ്ടെത്തൽ അതിന് വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരും കരുതുന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിദിനം 650 ദശലക്ഷം ഘനമീറ്ററായിരുന്നു ഇറാന്റെ പ്രകൃതിവാതക ഉൽപ്പാദനം. അതായത് പ്രതിവർഷം ഏകദേശം 8.4 ട്രില്യൺ ഘനയടിക്ക് തുല്യം. എന്നാൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇറാന്റെ ഗ്യാസ് വ്യവസായം വലിയ തിരിച്ചടി നേരിട്ടു. യുദ്ധത്തെ തുടർന്നുള്ള പ്രതിസന്ധി പ്രതിദിന ഉൽപ്പാദനം 230 ദശലക്ഷം ക്യൂബിക് മീറ്റർ കുറച്ചു. ഇതിൽ 100 ദശലക്ഷം ക്യൂബിക് മീറ്റർ ഉൽപ്പാദനശേഷി വരും മാസങ്ങളിൽ പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് ഇറാൻ പ്രവർത്തനം തുടരുമ്പോഴാണ് ഈ പ്രകൃതിവാതക സമ്പത്തിന്റെ കണ്ടെത്തൽ. തെക്കൻ ഫാർസ് പ്രവിശ്യയിലെ ഒരു പാടത്താണ് 7.5 ട്രില്യൺ ഘനയടിയിലധികം വരുന്ന പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ ഇറാന്റെയും ലോകത്തെയും ഏറ്റവും വലിയ പ്രകൃതിവാതക പാടങ്ങളിൽ ഒന്നാണ് സൗത്ത് ഫാർസ് ഗ്യാസ് ഫീൽഡ്. ഏറ്റവും ഉയർന്ന ഗുണനിലവാരത്തിലുള്ള സ്വീറ്റ് ഗ്യാസാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത് എന്ന് ഇറാനിയൻ പെട്രോളിയം മന്ത്രി മൊഹസിൻ ബക്നജാദ് പറയുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, എന്താണ് ഈ സ്വീറ്റ് ഗ്യാസ്? ഒപ്പം തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവന രാജ്യത്തിനകത്ത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഗ്യാലറിയിലിരുന്ന് കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നവർ അവിടെ നിന്നിറങ്ങി മുന്നോട്ട് വന്ന് സഹായിക്കണമെന്നാണ് ഇതിന് പെസഷ്കിയാൻ മറുപടി നൽകിയത്. രാജ്യത്തിനകത്ത് തന്നെ ഉയരുന്ന ഈ ഭിന്നാഭിപ്രായം തീവ്ര നിലപാടുകാർ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണോ? ഇറാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ പുതിയ സമ്മർദ്ദങ്ങൾ നൽകി അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധ ഭീഷണി തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴും അതിനെയൊന്നും കൂസാക്കാതെ ഇറാൻ മുന്നോട്ടു പോകുകയാണെന്ന് കരുതുമ്പോഴാണ് ഇത്തരം വാർത്തകൾ കൂടി വരുന്നത്. എങ്ങനെയാണ് ഇതിനെയെല്ലാം നോക്കിക്കാണേണ്ടത്? ഇറാൻ ഒരു ലൈഫ് ലൈൻ കിട്ടിയിരിക്കുകയാണ്, ഒരു എനർജി ലൈഫ് ലൈൻ. ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ഇറാനിയൻ സിസ്റ്റത്തെ പൂർണ്ണമായി താങ്ങി നിർത്തിയിരിക്കുന്നത് എനർജിയാണ്. ഒന്നുകിൽ ഓയിൽ, അതായത് ക്രൂഡ് ഓയിൽ, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ്. അതിൽ തന്നെ ഇറാൻ്റെ ആവശ്യത്തിനുള്ള 80% ഗാർഹിക ആവശ്യത്തിനുള്ള പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ്, അത് ലഭിക്കുന്നത് ഇറാൻ്റെ സൗത്ത് പാർട്സ് മേഖലയിൽ നിന്നാണ്. എന്താണ് സൗത്ത് പാർട്സ്? ഇത് കടലിനടിയിലുള്ള ഒരു വാതക ശേഖരമാണ്. ഏതാണ്ട് 3000 മീറ്റർ അടിയിൽ, അതായത് പേർഷ്യൻ ഗൾഫിൽ 3000 മീറ്റർ അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശാലമായ ഗ്യാസ് ആൻഡ് ഓയിൽ ഫീൽഡാണ് ഇറാൻ്റെ കൈവശമുള്ള സൗത്ത് പാർട്സും തെക്കുള്ള ഈ ഖത്തറിൻ്റെ കൈവശമുള്ള നോർത്തേൺ ഫീൽഡും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒറ്റപ്പാടമാണ്. ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒറ്റപ്പാടമാണ്. പക്ഷേ അതിൻ്റെ മധ്യത്തിലൂടെയാണ് രാജ്യാന്തര അതിർത്തി രേഖ പോകുന്നത്. സാങ്കല്പിക രാജ്യാന്തര കടൽ അതിർത്തി, അതായത് മാരിടൈം ബോർഡേഴ്സ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഖത്തർ ഗോ അക്രോസ് ദി സൗത്ത് പാർട്സ്, അല്ലെങ്കിൽ ആ ഒരു വാതകപ്പാടത്തിന് മധ്യേ കൂടെയാണ് പോകുന്നത്. ഈ വാതകപ്പാടം ഏതാണ്ട് 9780 ചതുരശ്ര കിലോമീറ്റർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ രാജ്യത്തിൻ്റെ വിസ്തൃതിയുണ്ടത് 9000 സ്ക്വയർ കിലോമീറ്റർ. അപ്പം കേരളത്തിൻ്റെ ഭൂവിസ്തൃതി ഏതാണ്ട് 48,000 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് 1/4 വലിപ്പമുള്ള ഒരു വലിയ ഗ്യാസ് ഫീൽഡാണ്. ഈ ഗ്യാസ് ഫീൽഡ്
വളരെ മുകളിലൊന്നുമല്ല, വളരെ അടിയിലാണ്. അതായത് പെർമിയൻ കാലഘട്ടം, അത് വളരെ പഴയ ഒരു കാലഘട്ടമാണ്. പെർമിയൻ കാലഘട്ടം, ട്രയാസിക് കാലഘട്ടം, അതൊക്കെ വളരെ 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 കോടാനുകോടി വർഷം, 50-60 കോടി വർഷമൊക്കെ മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ ഭൂമിയുടെ ശൈശവ ദിശയിൽ ഈ പ്രദേശം വ്യത്യസ്തമായിരുന്നു. അവിടെ കടലൊന്നും ആയിരുന്നില്ല, വലിയ രീതിയിലുള്ള കടലിൻ്റെ അടിത്തട്ടിലുള്ള പ്ലാങ്ക്ടൺ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിൻ്റെ അടിയിലുള്ള ജിയോളജിക്കൽ ചേഞ്ചസ് വന്നു. ആ ചേഞ്ചസ് കാരണം വളരെ അടിയിലായി പോയി ഈ ജൈവ കണങ്ങൾ. അതെല്ലാം ഓയിലും നാച്ചുറൽ ഗ്യാസും ഒക്കെ ആയി മാറി കഴിഞ്ഞപ്പോൾ അത് കണ്ടെത്തുക എന്നതാണ് പ്രധാനം. 1990-ലാണ് ഇറാൻ സൗത്ത് പാഴ്സ് കണ്ടെത്തുന്നത്. അതിനുശേഷം ആക്റ്റീവായ ഖനനങ്ങൾ നടന്നു. പക്ഷേ ഇറാനിൽ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ കാര്യം ഈ തെക്കുള്ള ഖത്തറിൻ്റെ കൈവശം കണ്ടെത്തി. ഇതിൻ്റെ ഏതാണ്ട് 70% ഖത്തറിൻ്റെ കൈവശവും 30% ഇറാൻ്റെ കൈവശവുമാണ് ഈ കമ്പൈൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൻ്റെ. പക്ഷേ ഖത്തറിന് വിദേശ രാജ്യങ്ങളിൽ നിന്നും ടെക്നോളജി ലഭിക്കുന്നു, ഉപരോധം കാര്യമായി നേരിടുന്നില്ല. ഖത്തർ വളരെ തന്ത്രപരമായൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇസ്രയേലുമായി യോജിച്ച് നിൽക്കും. ഈവൻ ഹമാസിന് വേണമെങ്കിൽ ഒത്താശകൾ ചെയ്തു കൊടുക്കും. ഇറാനുമായി നല്ല ബന്ധമാണ്, എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായും നല്ല ബന്ധമാണ്, മധ്യസ്ഥത വഹിക്കാൻ കൊള്ളാവുന്ന രാജ്യവുമാണ് ഖത്തർ. കാരണം ഖത്തറിന് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് എന്നത് മറ്റൊരു കാര്യം. ഇതെല്ലാം ഒരേ നാണയത്തിന് 2 വശങ്ങളാണ്. ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ മറ്റു ചില കാരണങ്ങളാൽ വിശ്വാസ്യതയ്ക്ക് കുറവുണ്ടാകും. പക്ഷേ ഭംഗിയായി ഖത്തറിൻ്റെ വാതകപ്പാടങ്ങളിൽ നിന്നും വലിയ തോതിലാണ് വാതകം ഖത്തർ എക്സ്ട്രാക്ട് ചെയ്യുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ യുദ്ധമുണ്ടായി കഴിഞ്ഞപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായത് ഖത്തറിനാണ് എന്ന് കാണാം. കാരണം ഈ സൗത്ത് പാഴ്സ് മേഖല ആക്രമിച്ചു ഇസ്രയേലാണ് ആക്രമിച്ചത്. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങുന്നു. മാർച്ച് മാസം മധ്യത്തിൽ അപ്രതീക്ഷിതമായി അവിടുത്തെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്റ്റലേഷൻസിനെതിരെ, കടലിൻ്റെ മധ്യത്തിലാണ്, ഓഫ് ഷോർ റിഗുകളാണ്, അവിടെ ആക്രമണമുണ്ടായി. അവിടെ ഓയിൽ വില അല്ലെങ്കിൽ ഗ്യാസിൻ്റെയും ഓയിലിൻ്റെയും വില കുതിച്ചു ചാടി. അത് മാത്രമല്ല ഹോർമൂസ് പിന്നീട് അടയ്ക്കുകയും ചെയ്തപ്പോൾ ഖത്തറിൻ്റെ ഓയിൽ ഇൻസ്റ്റലേഷനിൽ ഇറാൻ ആക്രമിച്ചപ്പോൾ ഉണ്ടായ നാശനഷ്ടം, അത് ഓയിൽ നീങ്ങാതെ, ഗ്യാസ് നീങ്ങാതെ, ഓയിലല്ല, ഖത്തറിൻ്റെ പ്രധാനപ്പെട്ട ആസ്തി ഓയിലല്ല, അതായത് ക്രൂഡ് ഓയിലല്ല, മറിച്ച് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇതിൻ്റെ മൂവ്മെൻറ്റ് തടസ്സപ്പെട്ടപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് കൂടി കടുത്ത നിയന്ത്രണം ഉണ്ടാകും ഖത്തറിൽ. അതുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ പ്രകൃതിവാതകത്തിൻ്റെ ഉത്പാദനം ഖത്തറിൽ നടക്കണമെങ്കിൽ ഇനി ഒരു 5 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഖത്തറിൻ്റെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നത്. അൽഥാനി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി ഇറാനിലേക്ക് വരാം. എന്താണ് സൗത്ത് പാഴ്സിൽ ഇപ്പോഴത്തെ കണ്ടെത്തൽ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ 7.5 ട്രില്യൺ ക്യൂബിക് അടി, അത് വലിയൊരു തുകയാണ്, വലിയൊരു അളവാണ്. അത്രയും അളവ് പുതിയതായി കണ്ടെത്തിയിരിക്കുന്നു. ഗ്യാസാണ്, പ്രകൃതിവാതകമാണ്, സാധാരണ പ്രകൃതിവാതകമല്ല എന്നോർക്കണം. സ്വീറ്റ് ഗ്യാസ്. എന്നോട് ചോദിച്ചല്ലോ എന്താണ് സ്വീറ്റ് ഗ്യാസ്? കണ്ടെത്തിയിരിക്കുന്നത് സ്വീറ്റ് ഗ്യാസ് ആണ്. എന്താണ് ആ പേര് വരാൻ കാരണം? പ്രകൃതിവാതകം 2 തരമുണ്ട്. ഒരുപാട് ഇംപ്യൂരിറ്റീസ് അടങ്ങുന്ന സോർ ഗ്യാസ് ഉണ്ട്. സോർ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിൽ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ കമ്പോണൻറ്റ് കൂടുതലാണ്. നമുക്കറിയാമല്ലോ, ഹൈഡ്രജൻ സൾഫൈഡ് ഒരു വല്ലാത്ത സ്മെല്ലുള്ള ഒരു വാതകമാണ്. അത് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള ഹൈഡ്രജൻ സൾഫൈഡ്. ഇപ്പോൾ അത് വലിയ ഇംപ്യൂരിറ്റീസാണ്, സൾഫർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത് പ്യൂരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഒരുപാട് പണച്ചെലവുണ്ട്. ഇതിനെ ഒന്ന് ശുദ്ധീകരിച്ച് അതിനെ സ്വീറ്റ് ഗ്യാസാക്കി അല്ലെങ്കിൽ അതിനെ റിഫൈൻ ചെയ്ത് ഉപയോഗയോഗ്യമായി ഗ്യാസാക്കി മാറ്റിയെടുക്കാൻ വലിയ ചിലവാണുള്ളത്. അത് മാത്രമല്ല ഈ സോർ ഗ്യാസ് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനുകളിൽ എപ്പോഴും വിള്ളലുകൾ വീഴും, തുരുമ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഇത് വലിയ സെക്യൂരിറ്റി ഡേഞ്ചറുമുണ്ട്. അതിൻ്റെ അളവ് ലീക്കൊക്കെ വളരെ കൂടുതലായാൽ ഒരുപക്ഷെ മയക്കം ഉൾപ്പെടെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രാൻസ്ലിറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന 7.5 ട്രില്യൺ ക്യൂബിക് അടി, അതിൽ 5.7 ട്രില്യൺ ക്യൂബിക് അടി എക്സ്ട്രാക്ട് ചെയ്യാവുന്ന രീതിയിലാണ്. കാര്യമായ പണച്ചെലവില്ലാതെ എക്സിസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് 3, 4, 5 വർഷം എടുക്കും. ഇതൊന്ന് പൂർണ്ണമായി പ്രാവർത്തികമാകാൻ ഏതാനും വർഷങ്ങളെടുക്കും. പക്ഷേ അതൊരു പെർമനൻ്റ് അസറ്റാണ്. ഇറാൻ്റെ സമുദ്രാതിർത്തിക്കുള്ളിൽ പേർഷ്യൻ ഗൾഫിലെ വൻപൻ നിധിയാണ്. ലോകത്തിൻ്റെ
ആകെ ഗ്യാസ് റിസർവ്സിൻ്റെ ഏതാണ്ട് 19.7% ഈ പറയുന്ന സൗത്ത് പാഴ്സ് മേഖലയിലാണ്. അത് ഇപ്പോൾ ശതമാനക്കണക്കിൽ കൂടുമ്പോൾ 25% മാറും. അപ്പം സിംഗിൾ ലാർജസ്റ്റ് ഗ്യാസ് ഫീൽഡ് അതാണ്. അത് തന്നെ ഇപ്പോൾ കൂടുതൽ വരികയാണ്. ഇപ്പോൾ സൈബീരിയയിൽ ഗ്യാസ് ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. അത് റഷ്യയുടെ അങ്ങ് കിഴക്കൻ മേഖലയാണ്, സൈബീരിയ വടക്ക് കിഴക്കൻ മേഖലയാണ്. അതുപോലെ ടുണീഷ്യയിൽ, ലിബിയയിൽ, അൾജീരിയയിലൊക്കെ ഗ്യാസ് ഫീൽഡുകളുണ്ട്. അൾജീരിയയിൽ പ്രത്യേകിച്ചും ഗ്യാസ് ഫീൽഡുകളുണ്ട്. ഖസാക്കിസ്ഥാനിലും ടർക്ക്മേനിസ്ഥാനിലുമൊക്കെ സെൻട്രൽ ഏഷ്യൻ റീജിയനാണ്, അവിടെ ഗ്യാസ് ഫീൽഡുകളുണ്ട്. അവിടെ നിന്നൊക്കെ പ്രകൃതിവാതകം എക്സ്ട്രാക്ട് ചെയ്ത് ഓപ്പൺ മാർക്കറ്റിലേക്ക്, ഉപഭോഗ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ചിലവേറിയ അനുഭവമാണ്. അതിനേക്കാൾ വളരെ തന്ത്രപ്രധാനമായ ലൊക്കേഷനിലാണ് ഈ പറയുന്ന പേർഷ്യൻ ഗൾഫിൽ ഈ ഗ്യാസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെയാണ് ഏതാനും കാര്യങ്ങൾ ഇതോടൊപ്പം നമുക്ക് ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാകൂ. ഇത് കണ്ടെത്തിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 23-ാം തീയതി, ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ് ഇറാൻ്റെ മന്ത്രിസഭയിലെ ഒരു പ്രമുഖ അംഗം ഇതേക്കുറിച്ച് വിശദമായ പ്രസ്താവന നടത്തി ലോകത്തെ അറിയിക്കുന്നത്. അതിനു മുൻപ് തന്നെ അമേരിക്കയ്ക്ക് ഇതേക്കുറിച്ചുള്ള സൂചന ലഭിച്ചു എന്നാണ് വിശ്വസ്തമായ വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അസിം മുനീർ, പാകിസ്ഥാൻ സേനാ മേധാവി അസിം മുനീറിൻ്റെ ഇപ്പോഴത്തെ ഇറാൻ ദൗത്യം, ഇറാനിലേക്ക് വന്നു, ടെഹ്റാനിലേക്ക് വന്നു, ഇറാൻ നേതൃത്വവുമായി സംസാരിച്ചു. നമ്മൾ അതേക്കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിച്ചതുമാണ്. അതിന് പിന്നിലെ പ്രഖ്യാപിക്കപ്പെടാത്ത ഒരു ലക്ഷ്യം, ആത്യന്തികമായി ഇറാൻ്റെ വിഭവങ്ങളിൽ പാകിസ്ഥാനും ഒരു കണ്ണുണ്ട്, അമേരിക്കയ്ക്കും ഒരു കണ്ണുണ്ട്. അമേരിക്കയുടെ ടെക്നോളജിയും പാകിസ്ഥാൻ്റെ നീഡും. ഇറാനുമായി സൗഹൃദത്തിൽ പോകാൻ ആത്യന്തികമായി പാകിസ്ഥാൻ ആഗ്രഹിക്കും. പാകിസ്ഥാൻ ഇസ് എൻ എനർജി ഡെഫിസിറ്റ് സ്റ്റേറ്റ്. വളരെ എളുപ്പമാണ് പേർഷ്യൻ ഗൾഫിൽ നിന്നും തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിലേക്ക് പ്രകൃതിവാതകം കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. ചിലവ് വളരെ കുറവാണ്. പാകിസ്ഥാൻ്റെ ഊർജ പ്രതിസന്ധിക്കുള്ള ശാശ്വതമായ പരിഹാരമാണ് ഇങ്ങനെയുള്ള സ്വീറ്റ് ഗ്യാസ്. അതിന് നല്ലൊരു പങ്ക് പമ്പ് ചെയ്ത് പൈപ്പ് ലൈനുകളിലൂടെ എത്തിക്കാൻ കഴിയും. കപ്പലുകൾ പോലും വേണ്ട, വലിയ തോതിൽ ഗ്യാസ് പൈപ്പ് ലൈനിലൂടെ വേണമെങ്കിൽ പാകിസ്ഥാനിൽ എത്തിക്കാൻ കഴിയുമെന്നൊരു ചിന്തയുണ്ട്. ഈ ചിന്ത അടുത്ത തലത്തിലേക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയാണോ അസിം മുനീറിൻ്റെ രഹസ്യ ദൗത്യം? പരസ്യ ദൗത്യം ചർച്ച അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിടാനാണ്. ഇങ്ങനൊരു അജണ്ട ഉണ്ടോ? അത് മാത്രമല്ല, അമേരിക്കയ്ക്ക് ആത്യന്തികമായി ഇറാനുമായി സന്ധി ചെയ്ത് പോകണം എന്ന ചിന്തയുണ്ടാകും. കാരണം എങ്ങനെ നോക്കിയാലും ട്രംപ് ഒരു കച്ചവടക്കാരനാണ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. നാളുകളിൽ ഇപ്പോൾ ഇറാനെതിരെ എത്ര സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചാലും ഇറാൻ എന്ന രാജ്യവും അതിൻ്റെ ഇപ്പോഴത്തെ IRGC ഒക്കെ നയിക്കുന്ന അയത്തുള്ള മുജ്തബ ഖൊമൈനി നയിക്കുന്ന ഭരണകൂടവും അവിടെ ഉണ്ടാവും. ആ ഭരണകൂടത്തെ പരാജയപ്പെടുത്താനാവുന്നില്ല എങ്കിൽ, ഒരു സമഗ്രമായി കരാർ ഒപ്പിടാനാവുന്നില്ല എങ്കിൽ, എങ്ങനെയെങ്കിലും സന്ധി ചെയ്ത് മുഖം രക്ഷിച്ച് മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ചൈന വൻതോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ചൈന മാത്രമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഉള്ള അന്തരീക്ഷമുണ്ടാകുമോ? ഒരു കോംപ്രമൈസ് ഫോർമുല ഉരുത്തിരിയാനുള്ള സാധ്യത ഇപ്പോൾ ഏർലി സ്റ്റേജാണ്. വേണമെങ്കിൽ ഇതിനെ ഒരു കോൺസ്പിറസി തിയറി എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷേ നാളുകളിൽ ചൈനീസ് അമേരിക്കൻ കമ്പനികൾ വൻതോതിൽ എക്സ്ട്രാക്ട് ചെയ്യാനായി ഈ പറയുന്ന പുതിയതായി കണ്ടെത്തിയ സ്വീറ്റ് ഗ്യാസ് വാതകപ്പാടം, അവിടെ നിന്നും ഹൈടെക്, ഇത് വളരെ അടിയിലാണ് ഈ ഓയിൽ, ഈ നാച്ചുറൽ ഗ്യാസ്, ഇത് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഹൈടെക് ഡിവൈസസ്, ഡ്രില്ലിംഗ് ഡിവൈസസ് ഒക്കെ വേണം. ഇത് ഇറാന് ആ തരത്തിലുള്ള അത്രയും അത്യന്താധുനികമായ ടെക്നോളജി ഡൊമസ്റ്റിക്കലി ഇൻഡിജിനസ് ആയി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് ഒരു വിൻ വിൻ സിറ്റുവേഷൻ. ഇറാൻ ദരിദ്ര രാജ്യമൊന്നുമല്ല കേട്ടോ, വലിയ എണ്ണ സമ്പത്താണുള്ളത്. വെനിസ്വേലയ്ക്കും സൗദി അറേബ്യയ്ക്കും ശേഷം 3ാമത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യം ഇറാനാണ്. പ്രകൃതിവാതകത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഖത്തറിനെയും പിന്തള്ളി 1ാം സ്ഥാനത്തേക്ക് ഇറാൻ വന്നേക്കാം. അപ്പം നാളുകളുടെ ഊർജ ആവശ്യം പരിഹരിക്കാൻ ഇറാനിൽ നിന്നുള്ള പ്രകൃതിവാതകം ആവശ്യമായി വന്നേക്കാം. ഇന്ത്യക്ക് ആവശ്യമാണ്, ചൈനയ്ക്ക് ആവശ്യമാണ്, അമേരിക്കയ്ക്ക് അത് ആവശ്യമല്ല. പക്ഷേ അമേരിക്കൻ ടെക്നോളജി വിൽക്കാൻ പറ്റുന്ന 1ാം തരം സ്ഥലമാണ്. അമേരിക്കൻ ടെക്നീഷ്യൻസിന് ജോലി കണ്ടെത്താൻ, അമേരിക്കയുമായുള്ള സഹകരണത്തിന് അതിനൊന്നും രാഷ്ട്രീയവും യുദ്ധവും ഒന്നും തടസ്സമാവില്ല. അതാണ് കച്ചവട രാജ്യമായ അമേരിക്കയുടെ പ്രത്യേകത. ഇതിനൊക്കെ ഒന്ന് വഴി ഒരുക്കണമെങ്കിൽ, ഇപ്പം ആവതുള്ള രാജ്യമാണ് ഇറാൻ, സമ്പൽ സമൃദ്ധമായ രാജ്യമാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ, എണ്ണ സമ്പന്നമായ, ഗ്യാസ് സമ്പന്നമായ രാജ്യം.
ആ രാജ്യവുമായി ബിസിനസ് ചെയ്യാൻ ഇടപെടാൻ അമേരിക്ക ആഗ്രഹിക്കും. ഭരണകൂടത്തെ മാറ്റി വെനിസ്വേലയിൽ ചെയ്തതുപോലെ ഒരു പാവ ഭരണകൂടത്തെ ഇരുത്തി അവരുമായി കച്ചവടം ചെയ്യുക എന്നതാണ് പ്ലാൻ 1, പ്ലാൻ എ. ആ പ്ലാൻ എ പരാജയപ്പെട്ടു. എങ്കിൽ പിന്നെ പ്ലാൻ ബി, നിലവിലുള്ള ഭരണകൂടത്തെ എങ്ങനെയെങ്കിലും സന്ധി ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് അവരുമായി കച്ചവടം ചെയ്യാൻ കഴിയുമോ, അങ്ങനെ തങ്ങളുടെ കീശ വീർപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു കച്ചവട ചിന്ത ആത്യന്തികമായുണ്ട്. അത് തുറന്നു പറയാൻ ഇപ്പോൾ ജാള്യതയുള്ളത് കൊണ്ട് അത് തുറന്ന് സമ്മതിക്കാൻ അമേരിക്ക കഴിയില്ല. ആത്യന്തികമായി ഒരുപക്ഷെ ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ അമേരിക്കൻ ടെക്നോളജിയിൽ വൻതോതിൽ സ്വർണം വിരിയുന്ന അല്ലെങ്കിൽ ഗ്യാസിന്റെ രൂപത്തിൽ പണം കായ്ക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിക്കൂടായികയില്ല. റിസോഴ്സ് ഇല്ലാത്ത ഒരു രാജ്യവുമായി അമേരിക്ക ഇടപെടില്ല. പാകിസ്ഥാനുമായി അമേരിക്ക നല്ല ബന്ധത്തിൽ പോകുന്നു. കാരണം ഈ ബലൂചിസ്ഥാൻ മേഖലയിലെ മിനറൽസിലാണ് കണ്ണ്. ചൈനയുമായി ബന്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കില്ല. ചൈനയുമായി മിനറൽ കോറിഡോർ ഉണ്ട് അമേരിക്കയ്ക്ക്. എന്ന് പറഞ്ഞാൽ റെയർ എർത്ത്, പ്രധാനപ്പെട്ട മൂലകങ്ങൾ പലതും അമേരിക്കയിൽ ഉത്പാദനത്തിന് വേണ്ടി, അല്ലെ സെമി കണ്ടക്ടേഴ്സ്, അതിൻ്റെയൊക്കെ ഉത്പാദനത്തിന്, വേറെ പല കാര്യങ്ങളുടെയും നിർമ്മാണത്തിന് വേണ്ടി, എയർക്രാഫ്റ്റ്, ഒരുപാട് കാര്യങ്ങളാണ്. അതിനുവേണ്ടി എത്തേണ്ടത് ചൈനയിൽ നിന്നാണ്. കളയില്ല. ഉക്രൈനെ ആവശ്യമുണ്ട്. ഉക്രൈനിൽ നിന്നും വളരെ വില കൂടിയ മൂലകങ്ങൾ ആവശ്യമുണ്ട്. ഇവിടെ ഇതാ ഗ്യാസാണ്. ഗ്യാസ് അല്ല ആവശ്യം, ഗ്യാസുമായി ബന്ധപ്പെട്ട എക്സ്പ്ലോറേഷൻസ്, ടെക്നോളജി, അത് വിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. പണമുണ്ടാകും. അതുകൊണ്ട് ഹോർമൂസ് തുറക്കേണ്ടത് ഇറാന്റെ മാത്രം ആവശ്യമല്ല, അമേരിക്കയുടെയും ആവശ്യമാണ്. ഹോർമൂസ് തുറക്കുകയും ഇറാന്റെ പ്രകൃതിവാതകവും എണ്ണയും ഭാവിയിൽ വൻതോതിൽ പൊതുവിപണികളിൽ എത്തുകയും ഇറാന് വലിയ വിദേശ നാണ്യം ലഭിക്കുകയും ചെയ്താൽ അതിൻ്റെ നല്ല പങ്ക് ടെക്നോ ഇൻപുട്ടിനുള്ള കൂലി എന്ന നിലയിൽ അമേരിക്കയ്ക്കും കൂടെ ലഭിക്കും എന്ന കച്ചവട വിപണന തന്ത്രം കൂടി മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് സൗത്ത് പാസിൽ പുതിയ ഒരു എണ്ണവാതക പാടം കണ്ടെത്തി എന്ന വാർത്ത ഇറാൻ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്ക അത് കണ്ടെത്തി. ഒരു പ്രീ എംപ്റ്റീവ് ആക്ഷൻ എന്ന നിലയിൽ അസിം മുനീറിനെ ഉപയോഗിക്കുന്നു. ഒമാൻ ഇറാൻ ചർച്ചകൾ അത് ഭംഗിയായി മുന്നോട്ട് പോയി. അതിൻ്റെ ഒരു അടുത്ത പടി എന്നുള്ള നിലയിൽ അമേരിക്ക ഒരുപക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖം രക്ഷിച്ചുകൊണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ ഒരു സുരക്ഷാപാത ഒരുക്കൂ, താൽക്കാലിക സുരക്ഷാപാത ഒരുക്കൂ, തങ്ങളത് അംഗീകരിക്കാം, നിങ്ങൾ ചെയ്തതല്ലേ, ഞങ്ങളിതാ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തലയൂരാനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ടാണ് വാതകപ്പടവുമായി ബന്ധപ്പെട്ട ഈ വിഷയം മുന്നോട്ട് പോകുന്നത്. നോക്കൂ, ഏറ്റവും അധികം ലോകം കാതോർക്കുന്നത് പുതിയ പുതിയ ഊർജ ഉപാധികളെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ്. ഇന്ത്യ ഉൾപ്പെടെ നോക്കുന്നത്. ഗോദാവരി ഡെൽറ്റയിൽ നമുക്കുണ്ട്, അതുപോലെ ഈ ബോംബെ ഹൈയിൽ നമുക്കുണ്ട്. ഇവിടെ കൊച്ചിയുടെ തീരപ്രദേശ, കൊച്ചിയുമായി ബന്ധപ്പെട്ട് ഏതാനും കിലോമീറ്റർ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ, പരീക്ഷണങ്ങൾ ഒക്കെ നടക്കുന്നു. അപ്പോൾ എനർജിക്ക് വേണ്ടി, വാതകത്തിന് വേണ്ടി, പ്രകൃതി ഗ്യാസിന് വേണ്ടി, അതുപോലെ ക്രൂഡ് ഓയിലിന് വേണ്ടി വലിയ സെർച്ചാണ്. ഇപ്പോൾ ഇതാ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് കാര്യമായ ചിലവില്ലാത്ത, എക്സ്ട്രാക്ഷൻ കോസ്റ്റ് മാത്രമാണുള്ള, റിഫൈനിങ് കോസ്റ്റ് അധികം ഉണ്ടാവില്ല, അങ്ങനെയുള്ള സ്വീറ്റ് ഗ്യാസ്, ഹൈഡ്രജൻ സൾഫൈഡ് കുറവുള്ള ഗ്യാസ് കണ്ടെത്തിയിരിക്കുന്നു. നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഗ്യാസാണ്. അതും ഇത്രയധികം ഒരൊറ്റ ഫീൽഡിൽ, ഒരൊറ്റ സ്ഥലത്ത് കണ്ടെത്തിയത് ലോക ചരിത്രത്തിൽ ഇതം പ്രഥമമായിട്ടാണ്. ഇത് നിർണായകമായൊരു കണ്ടെത്തലാണ്. ആ കണ്ടെത്തൽ യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഈ കണ്ടെത്തൽ മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.